നമ്മളെല്ലാം ജീവിതത്തില് ഒരു 10-20 കൊല്ലം പഠനം അല്ലെ, 4-5 കൊല്ലം ഇങ്ങനെ കുട്ടിയായിട്ട് പോയി. പിന്നെ 15-20 കൊല്ലം, ചിലർ 25-30 വയസ്സായാലും ഫയലും പിടിച്ച് നിറയെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കും. എന്നിട്ട് എന്തെങ്കിലും ജോലി കിട്ടുന്നുണ്ടോ? അവസാനം എന്തെങ്കിലും ഒരു ജോലി കിട്ടും. ആ ജോലി കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ പെൺപുഷറ. നമ്മുടെ ജീവിതം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇതെന്നെ ചെയ്തുകൊണ്ടിരിക്കണ ഈ റിപ്പീറ്റേഷൻ. അതിനിടയ്ക്ക് നമ്മൾ ജീവിച്ച് തുടങ്ങിയില്ല തോന്നും. നമുക്ക് വരും റിട്ടയർമെന്റ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ്. എന്താ 56 വയസ്സായി നിർത്തിക്കോളൂ. എന്താ പറയുന്നത്? ടയേർഡ്, നീ ക്ഷീണിച്ചു നിർത്തിക്കോ. നമ്മൾ ടയേർഡ് ആയിട്ടുണ്ടാവോ? ഇല്ല. പിന്നെന്തിനാ അപ്പൊ പുറത്തേക്കാക്കണേ? ഇതാണ് ഹൈന്ദവന്റെ ആചാരപ്രകാരമുള്ള 4 ആശ്രമങ്ങൾ. അതായത് ഒന്നാമത്തെ ആശ്രമമാണ് കുട്ടിയാകുമ്പോഴുള്ള ബ്രഹ്മചര്യം, പഠിക്കാൻ പോകുന്ന കാലഘട്ടം. പണ്ടൊക്കെ ഗുരുകുല വിദ്യാഭ്യാസം. അതാണ് നമ്മൾ രാവിലെ, ജീവിതത്തിന്റെ രാവിലെ അതങ്ങനെ കഴിഞ്ഞു പോവും ഒരു 10-25 വയസ്സ് വരെ. ഇനി ബ്രഹ്മചര്യം കഴിഞ്ഞ കല്യാണം കഴിക്കാറാവുമ്പോൾ, ജോലി കിട്ടിക്കഴിഞ്ഞാൽ ചോദിക്കൽ തുടങ്ങും, നീ ഒരു കല്യാണം കഴിക്കല്ലേ, അമ്മയും അച്ഛനും നിർബന്ധിക്കൽ തുടങ്ങും. എന്നിട്ടോ 25 വയസ്സ് കഴിഞ്ഞാലോ ഗൃഹസ്ഥാശ്രമം, 2ാമത്തെ ആശ്രമത്തിക്കാണ് കയറും. ജീവിതത്തിൽ ഏറ്റവും ടെൻഷനും പെടാപ്പാടും ഉള്ള കാലഘട്ടമാണ് ഈ ഗൃഹസ്ഥാശ്രമം. കുട്ടികളും മക്കളും ആശുപത്രിയും ജോലിയും അവരുടെ പഠിപ്പും എപ്പോഴും ടെൻഷനാ മനുഷ്യന്. അതിനിടയ്ക്ക് എന്തിന് സമയം കണ്ടെത്തുന്നില്ല? ഈശ്വരാരാധന. ഞാൻ പറഞ്ഞില്ലേ, ആചാരം നമ്മൾ എന്ത് ചെയ്യുന്നില്ല? യദ്യദാചരതി ശ്രേഷ്ഠ. ആചാരങ്ങൾ ആചരിക്കുന്നില്ല, ആരാധന ചെയ്യുന്നില്ല. രാവിലെ വിളക്ക് വെക്കാനും കൂടി ചിലർക്ക് സമയമില്ല. അങ്ങനെ ഞങ്ങൾ പോവും ഒരു 25-30 കൊല്ലം. 56 എത്തുമ്പോൾ റിട്ടയർമെന്റ്. അതേത് ആശ്രമം? ഗൃഹസ്ഥാശ്രമം. നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പ് കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് അങ്ങോട്ട് കഴിഞ്ഞു. പിന്നെയാണ് എന്ത്? വാനപ്രസ്ഥം. റിട്ടയർ ചെയ്ത അമ്മമാരെ വിളിക്കുക, ടീച്ചറെ ഞാൻ ആ നാരായണീയം ഒന്നും കൂടെ എടുത്തു. അപ്പൊ എന്താ? ആദ്യം തന്നെ നാരായണീയം എടുത്തേ. എനിക്ക് കാല് കടഞ്ഞിട്ട് വയ്യേ, വാദം മാറാൻ നാരായണീയം പോരെ? അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ജ്ഞാനപാന വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഹരിനാമകീർത്തനം വായിച്ചിട്ടുണ്ടോ? അതൊന്നും ഇല്ല. ഭാഗവത അറിയോ? ഇല്ല. ഗീത വായിച്ചോ? മഹാഭാരതം വായിച്ചോ? ഇതൊന്നും ഇല്ല. ഫസ്റ്റ് തന്നെ നാരായണീയം എടുത്തു വെച്ചു. എനിക്ക് ഇങ്ങോട്ട് മലയാളമൊക്കെ നന്നായിട്ട് അറിയാം, പക്ഷെ എനിക്ക് വലിയ അക്ഷരമുള്ളതും കൂടി വായിക്കാൻ വയ്യ ടീച്ചറെ. അപ്പൊ എന്താ? നമ്മള് LKG ഇല്ലാതെ നേരെ അങ്ങോട്ട് PGക്ക് ചേർന്ന എന്താവും അവസ്ഥ? അതുപോലെയാണ് അവരുടെ അവസ്ഥ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പം എടുക്കാം? ഞാൻ റിട്ടയർ ആയപ്പോൾ തീരുമാനിച്ചു, ഈ നാരായണീയ സമിതിക്കാരെ അവർക്കൊരു യൂണിഫോം ഒക്കെ ഉണ്ട്, എനിക്കൊന്ന് അവരൊപ്പം കയറി ഇരിക്കണം. അതിന് വേണ്ടിയിട്ട് വായിക്കാൻ തുടങ്ങിയതാ. അപ്പോഴാണ് ചിന്തിക്കണത് എന്ത്? വാനപ്രസ്ഥം. എന്താ വാനപ്രസ്ഥം? പണ്ടൊക്കെ കാട്ടിലേക്ക് പോവായിരുന്നു, കുറെ ത്യജിക്കുകയാണ്. അതാ പറഞ്ഞത് ഭഗവാൻ സർവധർമാൻ പരിത്യജ്യ. അങ്ങനെ നേരെ ബുക്കുകളുടെ, ഗ്രന്ഥങ്ങളുടെ ലോകത്തേക്ക് വരികയാണ്. എന്ന്